അവിടെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ +1 അഡ്മിഷൻ എടുത്തു. അവർക്ക് പുസ്തകം വാങ്ങാനോ യൂണിഫോം വാങ്ങാനോ ബാഗ് വാങ്ങാനോ കൊട വാങ്ങാനോ സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അവർക്ക് 5000 രൂപ വെച്ച് കൊടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ്. നിങ്ങളിപ്പോ കളിയാക്കിയല്ലോ മുസ്ലിം ലീഗ് തറക്കല്ലിട്ടിട്ടില്ല. ഞാൻ മുസ്ലിം ലീഗുകാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരാ കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസം നേടി 8 കുട്ടികൾക്ക് 20,000 രൂപ വെച്ച് കൊണ്ട് കൊടുത്ത പാർട്ടി ഏതാ അറിയോ? അതും ലീഗ്. എനിക്ക് പറയുന്നതിന് മടിയില്ല. കാരണം ഞാൻ അത് ഉണ്ടായ ആളാണ് ആ വേദിയിൽ. എന്നോട് പെരുന്നാളുകൾ അവിടെ ഉണ്ടാവും. ഈ കൊടുത്ത പൈസയാണ്. മുസ്ലിം ലീഗ് കൊടുത്ത ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, ജീപ്പ് ഓടിക്കുന്ന ആളുകളുണ്ട്. സർക്കാർ വാങ്ങിക്കൊടുത്ത ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത ഒരാളുടെ പേര് പറയട്ടെ, സർക്കാർ ജീപ്പ് വാങ്ങിക്കൊടുത്ത ഒരാളുടെ പേര് പറയട്ടെ, സർക്കാർ ഫീസ് അടച്ചൊരു കുട്ടിയുടെ പേര് പറയട്ടെ, സർക്കാർ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയ ഒരാളുടെ പേര് പറയട്ടെ. അങ്ങനെ ഫ്രാൻസിസ് മുസ്ലിം ലീഗിനെ കോട്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാന്ന് പറഞ്ഞു. ഈ ദുരന്തം ഉണ്ടായി സർക്കാർ അടിയന്തര ധനസഹായം കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന സർക്കാർ ലിസ്റ്റിന്റെ മുഴുവൻ കുടുംബങ്ങൾക്കും 15,000 രൂപ ബൈ ക്യാഷായി കൈ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ട 4 പേർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അത് CPM എന്നല്ല, ഫ്രാൻസിസ് രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം. അവിടെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ഇവിടെ നിൽക്കുന്ന അശോകേട്ടനടക്കം പറയണ്ട എന്ന് കരുതുക. അവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്.